ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 250 ചിക്കൻ, തക്കാളി, പിന്നെ പച്ചമുളക്, വലിയുള്ളി, ചെറിയുള്ളി, കരിവേപ്പില, പിന്നെ മസാലകളും. എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. അതിനുശേഷം അതിലേക്ക് ഇത്തിരി കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വലിയുള്ളി ഇട്ട് നന്നായിട്ടത് വാടുന്ന വരെ ഇളക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ ഇളക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇട്ട് നന്നായിട്ട് നല്ല സ്ലോ ആയിട്ട് 2 മിനിറ്റത്തോളം ഇളക്കുക. കുറച്ച് നമുക്ക് കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇത് സ്പീഡിൽ ഇളക്കാം. ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒന്ന് വാടുന്ന വരെ ഇളക്കാം. ഒന്ന് ഈ മുളകിൻ്റെ എരിവും പിന്നെ ഉപ്പും ഒക്കെ ഒന്ന് വെള്ളുള്ളിയിൽ പിടിക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇളക്കുന്നുണ്ട്. സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇളക്കുന്നത്. നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇടുന്നതായിരിക്കും ചിക്കൻ കറിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ടേസ്റ്റ് കൂടും. നന്നായിട്ട് നമുക്കൊന്ന് ആ ഒരു ഉപ്പും മുളകൊക്കെ പിടിക്കുന്നവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല. ഇപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ വെള്ളുള്ളിയിലൊന്ന് പിടിക്കുന്ന വരെ ഞാൻ ഇളക്കുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ റെഡിയാവട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കുകയാണ്. നിങ്ങളൊരു 5 മിനിറ്റത്തോളം അതൊന്ന് വെള്ളുള്ളിയിൽ ആ മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ നന്നായിട്ട് ഇളക്കണം. അത് ഞാൻ അങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കാത്തിക്കണേ. നമുക്ക് നല്ല മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം. ഇനി നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് എൻ്റെ കൂടെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് വരാം. ഇപ്പം ഒന്ന് നന്നായിട്ട് നല്ല രസമായിട്ടുണ്ട്. അതിലേക്ക് ഇനി ചിക്കൻ മസാലനെ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഗരം മസാലയും ഞാൻ കുറച്ച് ഇട്ടെടുത്തിനു, അത് കട്ടായി പോയതാണ് എൻ്റെ നിന്ന്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് അടിയൊന്നും പിടിക്കാതെ നമ്മൾ ഇതാക്കാൻ നോക്കാം. അടി പിടിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ, നമ്മൾ 250 ചിക്കന് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാല ഒക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കുന്ന വിധം. ഞാനിപ്പോൾ ലിവറൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ലിവറൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ലിവർ ഇഷ്ടമാണെങ്കിൽ അതും ഇടുക. അത് ഓപ്ഷണൽ മാത്രമാണ്.